അതായത് ഒരു വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരു ചെറിയ ചീത്തകൾ വിളിക്കുമായിരുന്നു, ഇല്ലെന്നല്ല വിളിക്കരുത്. കാര്യം അത് നമ്മളിടയിൽ വിളിക്കുന്നുണ്ട്. ഇപ്പൊ നോർമൽ ലൈഫിൽ നമ്മൾ പല വാക്കുകൾ ഉപയോഗിക്കും. നമ്മൾ കാറിൽ പോകുമ്പം ചിലപ്പോൾ കാറിലൊക്കെ നമ്മുടെ വരുമ്പോഴേക്കും ഇവനായിരുന്നു ഇത് എന്ന് തോന്നും. കാര്യം അവിടെ നമ്മൾ വേറൊരു രീതിയിൽ അത്രയും ഇപ്പൊ ഒരു വീഡിയോ നമ്മളിപ്പോ ഒരു 5-6 പേരാണ് ഇവിടെ ഇരിക്കുന്നെങ്കിലും ഇത് പോണത് എത്രയെങ്കിലും ലക്ഷം ആൾക്കാരുടെ ഇടയിലാണ്. അപ്പൊ നമ്മളൊരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണം അതൊക്കെ നമ്മളൊരു ഇന്റർവ്യൂവിലും സൂക്ഷിക്കണം. ഇന്റർവ്യൂവിൽ മാത്രമല്ല ഒരു വീഡിയോയിലും. ഒരു 3 പേരാണ് ഒരു വീഡിയോ ചെയ്യുന്നത്, അത് കാണുന്നത് ഒരു സ്റ്റേജിൽ നിൽക്കുന്നതിനെക്കാട്ടി ആൾക്കാരാണ് ആ വീഡിയോ കാണുന്നത്. 8M അല്ലെ 9M ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും അത്ര ആൾക്കാരെ ഇടയിൽ പോവേ. അതായത് അവൻ ആ വാക്ക് വീണ്ടും കാണാം എടുത്തെടുത്ത് കണ്ടുകൊണ്ടിരിക്കും. ആണെങ്കിൽ അവന് വേണമെങ്കിൽ അതിൽ അഭിപ്രായം പറയാം. അപ്പൊ ചുമ്മാ പറഞ്ഞു പോണ ഒരു പരിപാടി അല്ലല്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇങ്ങനെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതായത് അങ്ങനെ താഴെ പോയി കിട്ടും. അപ്പൊ നമ്മള് തന്നെ ഇപ്പൊ ആലോചിച്ചിരിക്കും, ഇവിടെ നമ്മൾ അന്ന് ഇങ്ങനെ പറഞ്ഞില്ല. 10K വ്യൂ കിട്ടിയാലും 10,000 പേരാണ്. 10,000 പേരാ. അതെ, ഹ്യൂജ് ആണ്. അത് 10,000 പേര് കണ്ടാൽ അത്ര പേർക്ക് അത് ഇടയിൽ അത് എത്തി. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിപ്പോ 10 ആയാലും 1K ആയാലും 1000 പേര്. നമ്മളിപ്പോ ഒരു കല്യാണത്തിന് എത്ര പേരാണ് ചേട്ടാ? 2000 പേര്. മാക്സ് 2000 എന്നൊക്കെ പറഞ്ഞ ഒരു 2000, 3000 അതൊരു വലിയ കാര്യം തന്നെയാണ്. 10K എന്ന് പറയുമ്പോ അത് കുറവാ തോന്നും. ഒരു സീനിൽ 10,000 ആക്ടേഴ്സ്, സപ്പോർട്ടിങ് ആക്ടേഴ്സിനെ നമ്മൾ നിരത്തുമ്പോ അറിയാം അതിന്റെ വലിപ്പം. അപ്പോഴാണ് 1,00,000 വ്യൂവേ ഉള്ളൂ എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് ഡയലോഗ് ഇതങ്ങ് ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ മറ്റേ പറഞ്ഞ ക്ലിയർ ആയില്ല. ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അതവിടെ കിടക്കും. അതായത് ചീത്ത വിളിക്കുന്ന വാക്കുകൾ ചെറുതായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോ കഴിഞ്ഞ് വന്നപ്പം ഇത് കൊച്ചു മക്കളും ഈ പ്രായമുള്ളവരും കാണുന്നുണ്ട്. അപ്പൊ നമ്മളത് ചെയ്താ അത് ഇൻഫ്ലുവൻസ് ആവും. അത് അങ്ങനെ ആവുന്നോണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളങ്ങ് ഒതുക്കി. പിന്നെ നമ്മളല്ലാതെ ചെയ്തു. പക്ഷെ നമ്മളെ വീഡിയോയിൽ അങ്ങനെ ചെയ്യുന്നെന്ന് വിചാരിച്ചൊരിക്കലും റിയൽ ലൈഫ് അങ്ങനെയല്ല. ഈ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള ആ ഡയലോഗ്, ഐ മീൻ ആ ഒരു ഇത് നമ്മുടെയൊക്കെ റിയൽ ലൈഫിൽ ഭാഗമായി തുടങ്ങി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര ഒരു വലിയ നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്ന ഒരു കൊലപാതകമൊക്കെ നടക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു ലിംഗോല് വരിക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ എന്താടാ നമ്മൾ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാൻ വരുന്നത് എന്നുള്ള പോലെയൊക്കെ തന്നെ ആയിപ്പോയി ആ ഡയലോഗ്. ഈ ന്യൂസ് ചാനൽസ് അത് ഉപയോഗിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ അലനും ഹർഷറിന്റെ ഫീലിംഗ് എന്തായിരുന്നു? ഭയങ്കര സന്തോഷമാണ്. കാര്യം ഒരുപാട് പേർക്ക് ഇടയിൽ അത് എത്തി എന്നാലോചിച്ച് ഭയങ്കര സന്തോഷം. ഒന്നത്തെ കാര്യം, നമ്മൾ ഈ ഡയലോഗ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നാളെ നമുക്കിത് ട്രെൻഡ് ആക്കണം, ആൾക്കാരുടെ സംസാരിക്കണം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഡയലോഗ്സ് എല്ലാം ഒന്നും നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത്. അതിപ്പം പറഞ്ഞ് എന്തൊക്കെയാണ് കൊച്ചുകളത്തിൽ പറയുമ്പോഴത്തേക്ക് അതിന് റിപ്ലൈ ആയിട്ട് എനിക്ക് വരുന്ന ഒരു ഡയലോഗ് എന്തൊക്കെയാണ് അന്ന് ഞാൻ അവിടെയാണ് അതൊരു ഇതുണ്ടാവുന്നത്. അത് റിയൽ അല്ലാണ്ട് അത് ട്രെൻഡിങ് ആവാനോ ആൾക്കാർക്കിടെ എത്തിയാൽ സംസാരിക്കാൻ വേണ്ടോ ഒന്നും ഒരിക്കലും ഉണ്ടാക്കുന്ന ഡയലോഗ്സ് അല്ല ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ചില വീഡിയോസ് ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചില റീലിന്റെ ചില ഡാൻസ് ഇതൊക്കെ അതും പ്ലാൻഡ് അല്ല. അതും ഞങ്ങൾ ചിലപ്പോൾ അവിടെ സ്പോട്ടിൽ വന്നിട്ട് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരെണ്ണം ചെയ്യണം, പിന്നെ അത് ആൾക്കാർക്കിടെ എത്തുന്ന ഒന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നത് ട്രെൻഡിങ്ങിന് വേണ്ടിയിട്ടല്ല. പിന്നെ ആൾക്കാർ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് പേരത് ഇപ്പൊ വലിയ ആക്ടേഴ്സ് ആയാൽ പോലും ചിലപ്പോൾ അവരുടെ എന്തൊക്കെയാണ് കൊച്ചുകൾ നടക്കുന്നത് പറയണ്ട. ടോവിനോ ചേട്ടനൊക്കെ പറയുന്നുണ്ട്. അത് വിഷ്ണു പറഞ്ഞ കറക്റ്റ്. ഒരു മെയിൻ ചാനൽ പേര് പറയുന്നില്ല, അവരുടെ കാർഡിലൊക്കെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്ന അവരുടെ ഒരു വലിപ്പം. അതുപോലെ ഇപ്പൊ ആര് ഷുഗർ കട്ട് എടുത്താലും ആര് ഡയറ്റ് നോക്കിയാലും ഹെൽത്തി കുട്ട വിളിക്കുന്നത്. ഈ മന്തിയുടെ ഇവരുടെ വീഡിയോസ് ഇല്ലേ, എനിക്ക് ഒരുപാട് എനിക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് എനിക്കത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. എസ്പെഷ്യലി ആ ഈ പറഞ്ഞ പേര് ഇനി നമ്മളതിന് പ്രൊമോഷൻ കൊടുക്കുന്നില്ല, പക്ഷെ എന്നാൽ കൂടി ഈ ഇങ്ങനെയുള്ള പദങ്ങളുണ്ടല്ലോ, ഇപ്പം ഹെൽത്തി കുട്ട, എന്തൊക്കെ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് ഇത്. പക്ഷെ നിങ്ങൾ വൺസ് അത് വർക്കായി കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു റീലിൽ ഉപയോഗിക്കുന്നുമില്ല. ഇപ്പൊ സാധാരണ ആളുകൾ അതിന്റെ തന്നെ ഒരു ഫ്രാഞ്ചൈസ് പോലെ അത് ഇങ്ങനെ പതുക്കെ ഇട്ടിട്ട് പോവുക ചെയ്യുക. നിങ്ങൾ ഒരിക്കലും സ്വയം റിപ്പീറ്റ് ആവാതിരിക്കാൻ ബുദ്ധിയുണ്ട്. അത് കോൺഷ്യസ് ആയിട്ട് എടുത്ത തീരുമാനം. കാര്യം ഒരു ട്രെൻഡ് ആയി ആൾക്കാരെടുക്കണം. അതായത് നമ്മൾ ഈ പറയുന്നതിൽ അവർക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അവര് പറയുന്നത്
പിന്നെ നമ്മൾ ചെറിയൊരു ബൂസ്റ്റ് എന്തെങ്കിലും സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടൊന്ന് ഇതാക്കി കൊടുക്കത്തേ ഉള്ളൂ. ബാക്കി അവർ തന്നെയാണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ വീണ്ടും അതിലൂടെ നിൽക്കാതെ അടുത്ത പുതിയത് എന്തെങ്കിലും ചെയ്യാം. കാര്യം അത് ട്രെൻഡ് പൊക്കോളൂ. ആക്സിഡന്റ് വന്നാലും പറയും അങ്ങോട്ട് വേണ്ട, അത് മറ്റേ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്തില്ല, അത് വേണ്ട, മാറ്റി യൂസ് ചെയ്യാം. അങ്ങനെ മാറ്റിയും തിരിച്ചും ചെയ്യും. കാര്യം അതെന്താണെന്നറിയോ, നമ്മളുടെ പ്രേക്ഷകർ, ഞാൻ ഉൾപ്പെടുന്ന വിഷ്ണു ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്തു, ഗംഭീരമായി കൈ പിടിച്ചു, 3 ദിവസം ചെയ്താ അവൻ തന്നെ വേറെ വിളിക്കും, ഞാൻ തന്നെ വിളിക്കും. ആ തിരിച്ചറിവുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഇവര് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടൊപ്പം തന്നെ അതിന്റെ പക്വത കീപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇവരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ അറ്റൻഷൻ സീക്കിങ്ങിനുള്ള വഴികൾ തേടാതിരിക്കുക. തിങ്സ് വിൽ കം. നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കി നമ്മൾ ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്താൽ മതി. ബിബിൻദാസ് ഫൈൻഡ് ചെയ്തത് എന്താണ്, ഇവരിൽ ആ ക്വാളിറ്റി കീപ്പ് ചെയ്തോണ്ടാണ് ഇവരുടെ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നത്. മനസ്സിലായോ? കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടന്റ്. ഈ വിപിൻദാസ് എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചെടുത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു ടീമിൽ മാത്രമാണ് നിങ്ങൾ കംഫർട്ടബിൾ. അതായത് നിങ്ങൾ പെട്ടെന്ന് ഇപ്പൊ വേറെ കുറെ സങ്കേതങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, കുറെ ക്യാമറയും വേറൊരു ഡയറക്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ പതുക്കെ സംസാരിച്ച് കൊണ്ടുവരികയായിരുന്നു. ഞങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് വിപിൻ ഒക്കെ ആയിട്ട്. അപ്പൊ എങ്ങനെയാണ് ആള് നിങ്ങളെ ക്യാൻവാസ് ചെയ്തത്? അതായത് അതിപ്പം അവിടെ മാത്രമല്ല, ഇപ്പൊ നമ്മള് പൊതുവെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം നമ്മൾ ആദ്യമേ കയറി ഇതാവില്ല. അതാണ് അതിനുള്ള ബേസിക് കാര്യം. നമ്മള് ഇപ്പം അതിപ്പോ അവിടെ ആ സിനിമയുടെ ലൊക്കേഷൻ ആയതുകൊണ്ടാണ്. ഇപ്പൊ നാളെ നമ്മളൊരു വീട്ടിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ കയറി ആദ്യമേ ബഹളം വെക്കില്ല, നമ്മള് പയ്യെ. അപ്പൊ അതായിരിക്കും ചേട്ടൻ ആദ്യമേ കണ്ട നമ്മളെ, മനസ്സിലായില്ല? അപ്പൊ അതേ കണക്ക് പിന്നെ ചേട്ടനെ അത് അക്സെപ്റ്റ് ആയി. ഓക്കെ, പിന്നെ അവർക്ക് ആ രീതി പറ്റുമെന്ന് ചേട്ടൻ തോന്നിയോണ്ടാണ് പിന്നെ പല രീതിയിലുള്ള റോളും കാര്യങ്ങളൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വന്ന. അതായത് നമ്മളാ ചെല്ലുമ്പോഴേ സിനിമയിൽ നമ്മൾ അത്രയും ആക്റ്റീവ് ആയിരിക്കുമല്ലോ. കാര്യം നമ്മൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ നമ്മൾ ഇതോട്ടും ജീവിതത്തിൽ കാണാത്ത, അതായത് ഇപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെന്നപ്പോഴാണ് ഈ നമ്മൾ ഈ ഓരോ റിയാലിറ്റി ഷോയിലൊക്കെ സെറ്റ് തന്നെ കണ്ട. മനസ്സിലായില്ല? നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് എങ്ങനെയാ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? അതായത് അറിയത്തില്ല, തുറന്നു കയറുമ്പോ വേറെ സ്ഥലം. കാര്യം നമ്മൾ ഈ വീഡിയോ ഡേയിലായാലും അങ്ങനെ പോകുന്നില്ല, നമ്മളിപ്പോ പടത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ ചെല്ലുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അതൊക്കെ ഒരു പുതിയൊരു അനുഭവമാണ്. അത് കണക്ക് തന്നെ നമ്മളൊരു സ്ഥലത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് ഇതായിട്ട് നിൽക്കും, അത് കഴിയുമ്പോൾ നമുക്ക് അതങ്ങ് മാറും. അല്ലാതെ ഈ കുമാർ മാമ ശരിക്കുള്ള ഒരു ആളാണോ? അല്ല, അത് നമ്മളെ പല വീഡിയോസിലായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ആളില്ല. അങ്ങനെ ആളില്ല അല്ലേ? ശരിക്കും അവിടെ അങ്ങനെ ഒരു ചായക്കടയും അങ്ങനെ ഒരു ചായക്കടക്കാരുണ്ടെങ്കിൽ ആള് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇത് ഒതുക്കി തന്നെ. നമ്മളെല്ലാ വീഡിയോസിലും ചേട്ടൻ അറിയാൻ വേണ്ടി പറയാം, എല്ലാ വീഡിയോസിലും നമ്മൾ ഒരു ക്യാരക്ടർ കൊണ്ടുവരും. ആ ക്യാരക്ടർ അങ്ങനെ ആളില്ല നമ്മുടെ കൂട്ടത്തില്. കുമാർ മാമ എന്നാണ് പേര്. അതാ ചോദിച്ചത്, ഇല്ലാത്തൊരാളിന്റെ പേരിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കി പറയും. നമ്മുടെ മറ്റേ എന്താണ് ഇപ്പം നിങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് റീലിൽ അഭിനയിക്കുന്നതിന്റെ മീറ്റർ അല്ല, കുറച്ച് മാറ്റി ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതിലേക്ക് എങ്ങനെയാന്ന് സെറ്റ് ആയതൊന്ന് പരുവപ്പെട്ടെ? നമുക്ക് ആദ്യം ഒരു 5 ദിവസം ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. വർക്ക്ഷോപ്പിൽ അതിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞു തന്നു.